നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രവിശേഷങ്ങൾ. തൊടുപുഴ കാരിക്കോട് ദക്ഷിണ കൈലാസം അണ്ണാമലനാഥൻ മഹാദേവ ക്ഷേത്രം 12ാമത് പ്രതിഷ്ഠാ മഹോത്സവവും ക്ഷേത്രത്തിന്റെ പൗരാണിക കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള തറക്കല്ലിടി മാർച്ച് 1 ശനി 1200 കുംഭം 17 ഉത്രട്ടാതി നാളിൽ 1:10 ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി വേദശ്രേഷ്ഠൻ ശ്രീ കണ്ണൻ വേദിക്, ക്ഷേത്രം മേൽശാന്തി അമൽരാജ് ശ്രേഷ്ഠന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഈ ക്ഷേത്രത്തിൻ്റെ അണ്ണാമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പൗരാണികമായ ക്ഷേത്രമാണ്, പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു തീർത്ഥക്കുളമായിരുന്നു. അത് കാലത്തിൻ്റെ ചില ഒഴുക്കുകളിൽപ്പെട്ട് നാശോന്മുഖമായി. ക്ഷേത്രത്തിൽ കുറേ പൂജ മുടങ്ങിപ്പോയി. ഇവിടെ സന്യാസി ദർശനം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സമാധിയിൽ പോയിട്ട് ക്ഷേത്ര പൂജാതി കർമ്മങ്ങളെല്ലാം നിന്നുപോയി. ആ കൂട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും ചുറ്റമ്പലവും അതുപോലെ തന്നെ ഈ തീർത്ഥക്കുളവും ഇടിഞ്ഞു. പണ്ട് കാലത്തും ഈ ക്ഷേത്രക്കുളം നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലാലുള്ള നല്ല രീതിയിൽ ചിത്രപ്പണികളോടുള്ള ഒരു കുളമായിരുന്നു. അത് ഈ നാടിൻ്റെ ജലസ്രോതസ് തന്നെയാണ്. ഒരു കുളം എന്ന് പറഞ്ഞാൽ പ്രദേശത്തുള്ള കിണറുകളിലും ഒക്കെ ജലം പറ്റാണ്ടിരിക്കണമെങ്കിൽ പണ്ട് അതിബുദ്ധിമാന്മാരായ നമ്മുടെ പൂർവികർ ഓരോ പ്രദേശത്തും കുളങ്ങൾ സ്ഥാപിക്കുക. അതിൽ ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിരിക്കും. കാരണം ക്ഷേത്രത്തിലാകുമ്പോൾ പരിഭാവമായിട്ട് സംരക്ഷിക്കപ്പെടും, മറ്റശുദ്ധിയോ കാര്യങ്ങളോ നൽകാൻ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് രാജാക്കന്മാരും മറ്റുള്ളവരെല്ലാം ക്ഷേത്രത്തോടനുബന്ധിച്ച്. പിന്നെ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് കൈകാല് കഴുകാനും അങ്ങോട്ടുള്ള ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ കിട്ടാൻ വേണ്ടി ക്ഷേത്രത്തെ സംബന്ധിച്ച് എപ്പോഴും ജലം ഒരു അമൂല്യ നിധിയാണ്, എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പണ്ടും പൂർവികർ കുളം സൃഷ്ടിച്ചിരുന്നത്. ഇവിടെ അണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഈ വളരെ പഴക്കമുള്ള ഏതാണ്ട് 1800 വർഷം തന്നെ പഴക്കമുള്ള കുളം നിലവിൽ ജീർണാവസ്ഥയിലാണ്. അതിന് അമ്പലത്തിൻ്റെ അത്യാവശ്യം ചുറ്റമ്പലവും ശ്രീകോലിൻ്റെ ഒക്കെ പണി തീർത്തു. ഇനി ഉടനെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ കുളവും ഈ ക്ഷേത്രത്തിൻ്റെ കുളവും അതോടെ തന്നെ ചുറ്റുമതിലും എല്ലാം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭക്തജനങ്ങളുടെ എല്ലാം സഹായ സഹകരണത്തോടു കൂടിയാണ് ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ ചടങ്ങായിട്ട് ആദരണീയനായ ക്ഷേത്രം തന്ത്രി ശ്രീ പുര്യൻ ശശി നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ആദരണീയനായ നാരായണ നമ്പൂതിരിയാണ് ഇന്ന് കല്ലിട്ടിരിക്കുന്നത്. വലിയ തന്ത്രിക്ക് ചില ശാരീരിക അസ്വസ്ഥത കാരണം അദ്ദേഹം വന്ന് ചെയ്യാമെന്നോ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഇത് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിന് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും എല്ലാ ആളുകളുടെയും എല്ലാ നിർലോഭമായ സഹായ സഹകരണങ്ങൾ വേണമെന്ന് ക്ഷേത്ര ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭക്തൻ എന്നുള്ള രീതിയിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ്. അതിനെ വീണ്ടും പഴയ പ്രൗഢിയോടുകൂടി രാജവംശത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു അതേ രീതി തന്നെ പ്രൗഢിയോടുകൂടി തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ക്ഷേത്ര കമ്മിറ്റി നടത്തി വരുന്നത്. അതിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കാളികളാണ്. ഓരോ കുളങ്ങളും ദേശത്തിൻ്റെ സമ്പത്താണ്, ജലം അമൂല്യ നിധിയാണ്, അത് സംരക്ഷിക്കപ്പെടണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അണ്ണാമല ക്ഷേത്രത്തിൽ ഈ കുളം വീണ്ടും പുനർനിർമ്മിക്കാനായിട്ട് കമ്മിറ്റിയുടെ തീരുമാനം വന്നിരിക്കുന്നു. അത് കണ്ണൂരിൽ നിന്നുള്ള വെട്ടുകളിൽ കൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ തന്നെ പണ്ടെങ്ങനെയായിരുന്നോ അത് ഇപ്പോഴും നമുക്ക് കാണാം. അതിനകത്ത് ചുറ്റും നോക്കുമ്പോൾ കാണാം വെട്ടുകളിലാണ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഹിതം അത് തന്നെയാണ്. അതുകൊണ്ട് വെട്ടുകളിൽ തന്നെയാണ് അടിവശം കരിങ്കല്ലും വെള്ളം നിൽക്കുന്ന അത്രയും ഭാഗം കരിങ്കല്ലും ബാക്കി മുകളിലേക്ക് വരുന്ന മുഴുവൻ ഭാഗവും നല്ല വെട്ടുകളിൽ കണ്ണൂരിൽ നിന്നുള്ള വെട്ടുകളിൽ കൊണ്ട് നിർമ്മിക്കാനുള്ള ശ്രമം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിലെ 12ാമത് പുനഃപ്രതിഷ്ഠ വാർഷികം കൂടെയായിരുന്നു. അതുപോലെ തന്നെ ആദരണീയ തന്ത്രി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമാണ് ഉത്രട്ടാതി. ഇതെല്ലാം ഒത്തുചേർന്ന ദിവസം തന്നെ ഇന്ന് 12:10 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കല്ല് ഇടിയിൽ എന്ന മഹാകർമ്മം നടത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, മുഴുവൻ ഭക്തജനങ്ങളും മുഴുവൻ ആളുകളും നിർലോഭം സഹായിക്കണം, സഹകരിക്കണം, ഇതിനെ വീണ്ടും പുനർനിർമ്മിച്ചെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി അണ്ണാമല മാതാ ക്ഷേത്രത്തിൽ നിന്നും കെ വിജയൻ.